നമ്മളിപ്പോൾ നിൽക്കുന്നത് തോപ്പുംപടിയിലുള്ള മാത്യു കളത്തിപ്പറമ്പിൽ എന്ന അന്ധനായ മനുഷ്യന്റെ വീടിന് മുന്നിലാണ്. ഫോർട്ട് കൊച്ചിയിലെ തെരുവോരങ്ങളിൽ കിലോമീറ്ററുകളോളം നടന്ന് പലഹാരങ്ങൾ വിറ്റ് ജീവിക്കുന്നവരാണ് ഇദ്ദേഹവും ഭാര്യയും. ഇവരിപ്പോൾ താമസിക്കുന്ന ഈ 1.5 സെന്റ് സ്ഥലത്തിനും വീടിനും എതിരെ കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി MLA ആയ KJ മാക്സി ഇവരുടെ ഈ വീട് കൈവശപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നാണ് കേസ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പീറ്റർ കളത്തിപ്പറമ്പിലിനോടും ഒപ്പം സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ KM ഷാജഹാനുമുണ്ട് ഇവിടെ. അദ്ദേഹത്തോടും ചോദിച്ചറിയാം. ഇതാണ് പീറ്റർ കളത്തിപ്പറമ്പിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ ലൈല. പിന്നെ നമ്മളോടൊപ്പം KM ഷാജഹാൻ സാറുണ്ട്. സാറിനോടും നമുക്ക് ചോദിച്ചറിയാം കൂടുതൽ വിവരങ്ങൾ. സാർ, എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളിവിടെ കണ്ടല്ലോ, എൻ്റെ കൂടെ ഇരിക്കുന്നത് പീറ്റർ കളത്തിപ്പറമ്പിൽ, അന്ധനായൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ലൈല അപ്പുറത്തിരിക്കുന്നു. അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പറയുന്ന പോലെ ഇതൊക്കെ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത്. 10-15 കിലോമീറ്റർ വരെയൊക്കെ ഒരു ദിവസം നടക്കേണ്ടി വരുമെന്നാണ് ഇപ്പം അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിയാൻ കഴിയും. അവർ ജീവിക്കുന്ന ഏറ്റവും ചെറിയ ഒരു ചെറ്റക്കുടിൽ പോലൊരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതിനപ്പുറത്തൊരു പഞ്ചനക്ഷത്ര സൗധമുണ്ട്. ആ സൗധം യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട പീറ്ററിൻ്റെ ഭൂമിയിലേക്ക് കയ്യേറിയാണ് അത് പണിതിട്ടുള്ളത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാവപ്പെട്ടവരെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചു വിടാൻ വേണ്ടി അവരെ പീഡിപ്പിക്കുകയും അവരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് കൊച്ചി MLA ആയിട്ടുള്ള KJ മാക്സി എന്ന് പറയുന്ന ആളാണ്. അയാളെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്, ഈ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ പഞ്ചനക്ഷത്ര സൗധം, ആ സൗധത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന അനോഷ് അബു എന്ന് പറയുന്ന അപ്പുറത്ത് താമസിക്കുന്ന വ്യക്തി ഈ KJ മാക്സി എന്ന് പറഞ്ഞ MLAയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ മുന്നുടമയെന്ന് പറയുന്നത് പീറ്റർ കളത്തിപ്പറമ്പിൻ്റെ ഇളയ സഹോദരനായിട്ടുള്ള ആൻ്റണി കളത്തിപ്പറമ്പിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായത്. അദ്ദേഹമാണ് അവിടുന്ന് കയ്യേറി ഈ വീട് ഇപ്പം ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തോ സർക്കാർ ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ KJ മാക്സിയൊക്കെ ഇടപെട്ട് ആ സ്വത്ത് അയാളിൽ നിന്ന് വാങ്ങിയെടുത്തു എന്നൊക്കെയുള്ള നിലയിലുള്ള ആരോപണങ്ങളാണ് കേൾക്കുന്നത്. ഈ പീറ്റർ കളത്തിപ്പറമ്പിലിനെ ഈ MLA നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ ഓഫീസിൽ വിളിച്ചിട്ട് മുട്ടി ചുരുട്ടി മര്യാദയ്ക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളണം എന്ന് ഈ പീറ്ററിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും അയാളുടെ പീഡനവും അയാളുടെ ഈ അപകീർത്തിപ്പെടുത്തലെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 3 ആഴ്ച എന്നെ വണ്ടി ഇടിച്ചു. അപ്പോൾ അത് ഞാനതിലേക്ക് വരാം. അപ്പം അതെല്ലാം തുടരുന്നതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഒരു ദിവസം വഴി കൂടെ നടക്കുമ്പോഴത്തേക്ക് വണ്ടി ഇടിക്കുകയും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ MLAമാരെ തിരഞ്ഞെടുക്കുന്നത് പാവപ്പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്താനും അവരെ ഇടിക്കാനൊന്നുമല്ല. അതിനൊന്നുമുള്ള ഒരു അവകാശം MLAയ്ക്കും ഇല്ല, എനിക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല. കാരണം നമ്മളെല്ലാവരും ഭരണഘടനയ്ക്കും സിവിൽ ക്രിമിനൽ നിയമങ്ങൾക്കും വശംവദരായി ജീവിക്കുന്നവരാണ്. അതിന് മുകളിൽ ഒരാളും പോയാൽ ആ ചുരുട്ടിയ മുഷ്ടി ഉണ്ടല്ലോ, അത് പിടിച്ചങ്ങോട്ട് താഴ്ത്തും ഈ കേരളത്തിലെ നിയമം, ഈ കേരളത്തിലെ കോടതികൾ. നമ്മളല്ല, കോടതികൾ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് MLAയുടെ ബിനാമി പ്രവർത്തനമൊന്നും ഇവിടെ അനുവദിക്കപ്പെടില്ല. മനസ്സിലായില്ലേ? കാരണം നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനെന്ന് പറഞ്ഞ പൊതുപ്രവർത്തനം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു MLA എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യത്തിലേ ഉള്ളൂ. സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറം ഞങ്ങൾക്കുണ്ട്. ആ ഫോറം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെയും ഈ ഭാര്യയും ഇവിടെ താമസിക്കും എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. ഞങ്ങൾക്ക് MLAയോട് പറയാനുള്ളത്, ഈ പീഡനം ഉടനടി അവസാനിപ്പിച്ചുകൊള്ളണം. അവർക്ക് അർഹതപ്പെട്ട ഭൂമി അവർക്ക് കിട്ടണം. അപ്പുറത്ത് അനധികൃതമായി പണിഞ്ഞിട്ടുള്ള ഈ പഞ്ചനക്ഷത്ര സൗധം പൊളിച്ചു മാറ്റണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കുന്നതുവരെ സേവ് കേരള ഫോറം ഏത് തരത്തിലുള്ള സമരത്തിലേക്ക് പോകുന്നതിലും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഇതൊരു മാസത്തിനുള്ളിൽ KJ മാക്സി ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് സേവ് കേരള ഫോറം പോകും. അതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. കോടതിയിൽ ഇതേ സംബന്ധിച്ച് വലിയൊരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ കേസിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികളാണല്ലോ വരാൻ പോകുന്നത്. അതുപോലെ തെളിവുകളും എല്ലാം ഒരു അനുകൂലമാണ്.
പേപ്പറുകളും എല്ലാം കറക്റ്റാണ്. അതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് കോടതിയിലുണ്ടായിരുന്നു ഈ വിഷയം വന്നപ്പോഴത്തേക്കും ഈ പാവപ്പെട്ട പീറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠിയായിട്ടുള്ളൊരു വനിതാ അഭിഭാഷകയ്ക്ക് കേസ് അവരെ വക്കാലത്തെപ്പിക്കുകയും അവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർ ഈ പീറ്ററിനെ വഞ്ചിച്ചിട്ട് ഒരു തവണ പോലും കോടതിയിൽ ഹാജരാവാതെ പിന്നെ എതിർ കക്ഷികൾക്ക് വേണ്ടി ഒത്തുകളിച്ച് ഗൂഢാലോചന നടത്തി. അവരാണ് ഈ എതിർ കക്ഷികൾക്ക് വേണ്ടി നിരന്തര ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കാര്യം പറയുകയാണെങ്കിൽ പീറ്ററിന് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധിയുണ്ട്. ആ വിധി പോലും തകിടം മറിച്ചുകൊണ്ട്, ആ വിധി അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ കയ്യേറ്റ ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ഈ വിഷയം കോടതിയിലേക്ക് എടുക്കേണ്ടി വന്നാൽ, പുതിയതായി കോടതിയിലേക്ക് എടുക്കേണ്ടി വന്നാൽ അതിൻ്റെ മുന്നിലും സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള, അതായത് പീറ്ററിനും ഭാര്യയ്ക്കുമുള്ള മാനസികമായിട്ടുള്ള പിന്തുണ, അല്ലാതെയുള്ള പിന്തുണ, നിയമപരമായിട്ടുള്ള പിന്തുണ, ഇതെല്ലാം കൊടുക്കാൻ സേവ് കേരള ഫോറം നിരന്തരം തയ്യാറായിരിക്കും എന്നുള്ളതാണ് ആ സംഘടനയ്ക്ക് വേണ്ടി എൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാം. പീറ്റർ ചേട്ടാ, ഇവിടെ ഈ വീട്ടിൽ കയ്യേറ്റ ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ. എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അതിനോട് പ്രതികരിക്കാനുള്ളത്? ഞങ്ങൾ ഇപ്പൊ നിലവിൽ കേസ് നടക്കണേണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ കോടതി സ്റ്റേ ഓർഡർ ഉണ്ട്, നിലവിൽ സ്റ്റേ ഓർഡർ കോടതിയുടെ ഉണ്ട്. അപ്പൊ ആ സ്റ്റേ ഓർഡർ ഇവര് ലംഘിച്ചുകൊണ്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഞങ്ങളുടെ വസ്തുവകളെയോ ഞങ്ങളുടെ ജീവനും സ്വത്തിനോ ഒരു തരത്തിൽ ഇതും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടും ഇവര് ഞങ്ങളുടെ മതിൽ പൊളിച്ചു. ഞങ്ങളുടെ വീടിന്റെ ഷീറ്റ് കണ്ടോ, ഇത് ഹസ്ബൻഡ് ഷീറ്റാണിത്. ഞങ്ങൾക്ക് പൈസ ഇല്ലാന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിട്ട്. ഇത് ക്യാൻസർ വരുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇതിട്ട് കഴിയണത്. ആ ഷീറ്റ് അടിച്ചു പൊളിച്ചു. പിന്നെ കഴിഞ്ഞ 14-ാം തീയതി ഞങ്ങളുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ചു. അത് ഏത് നിമിഷം വീഴും. 8000 രൂപയോളം കൊടുത്തിട്ട് ഞാൻ പണിതാണ്. ആ ഗേറ്റ് തല്ലിപ്പൊളിച്ച് ഞങ്ങൾക്ക് ഒരു തരത്തിൽ തല്ലിപ്പൊളിച്ചിട്ട് ഞങ്ങൾ പരാതിക്കാരായ ഞങ്ങൾ പറയാതെ പോലീസ്, തോമ്പടിയിലെ പോലീസ് ഇവിടെ വന്നു. ആ ആക്രമണികൾ പറഞ്ഞിട്ട് പോലീസ് ഇവിടെ വന്നു. അതായത് KJ മാക്സി ഇവർ പറഞ്ഞാൽ വരൂല. KJ മാക്സി വന്ന് അപ്പം തന്നെ പോലീസ്, ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ പോലീസ് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം കണ്ണില്ലാത്ത വടിയും കുത്തി നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് സങ്കടം തോന്നി. അവർ ഇത് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം അവർ പറഞ്ഞത് ഇനി പിള്ളേർ വന്നിട്ട് ഇവിടെ നിങ്ങൾ ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതല്ല പ്രശ്നം. എനിക്ക് ഈ ഗേറ്റ് എത്രയും പെട്ടെന്ന് പുതിയത് വെച്ച് തരണം, പഴയതൊന്നും വേണ്ട. കാരണം അതിനി അവർ തുപ്പൽ കൊണ്ട് ഒട്ടിച്ചിട്ട് അത് വെക്കും, പിന്നെ ഞങ്ങളുടെ മേത്തിനെ മറിഞ്ഞു വീഴുള്ളൂ. അതുകൊണ്ട് എനിക്കത് പഴയ ഗേറ്റേ വേണ്ട. അത് അവരെടുത്തുകൊണ്ട് പോയിക്കോട്ടെ. അതിന് പകരം എൻ്റെ വെറുതെ ഇരിക്കണം, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആക്രമിച്ചിട്ട് ഞങ്ങൾക്ക് ആ പഴയ ഗേറ്റ് വേണ്ട. അതിന് പകരം പുതിയ ഗേറ്റ് അവർ പണിത് ഇവിടെ വെച്ച് തരണം ഞങ്ങൾക്ക്. കാരണം കോടതിയിൽ അതിനുള്ള ഇതുണ്ട്. കോടതി ഞങ്ങളുടെ ഒരു വസ്തുവകളോ ആക്രമിക്കരുതെന്ന് ഈ അനൂഷിനോടും ആൾക്കാർക്കൊക്കെ ഉള്ള ഇതിനകത്തുണ്ട്. എന്നിട്ട് ഈ KJ മാക്സി MLA മുഷ്കും അയാളുടെ അഹങ്കാരവും അയാൾ ഞങ്ങളെ പലതവണ വധിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ധിക്കാരപരമായ സമീപനമാണ്. എന്നെ കൂടി പഠിച്ച KJ മാക്സി ശരിക്കും ഭീകരനായ ഒരു മനുഷ്യനാണ്. അത് ഞങ്ങളെ കൊല്ലാൻ എന്നെ 2002 മുതൽ വണ്ടി ഇടിപ്പിക്കണേണ് 2017 വരെ. നിങ്ങളൊന്ന് ആലോചിക്കണം എത്ര വർഷം ഞാൻ അനുഭവിച്ച ആ കഷ്ടപ്പാട്. 2017 എന്നെ വണ്ടി ഇടിപ്പിച്ച് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി, എൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞ്. ഞാൻ ആ സമയത്ത് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്താണ് ഈ നീചനായ മനുഷ്യൻ, ഈ MLA, എന്നെ കൂടി പഠിച്ച MLA എന്നെ തകർത്ത് എൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞത്. എനിക്ക് അയാളോട്ട് എന്നെ വധിക്കും, എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം അയാൾ ഉപദ്രവിക്കും. കാരണം ഇവിടെ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്. ഞാൻ മരിക്കുകയോ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ആക്രമണം ഏറ്റുകയോ ആദ്യത്തെ പ്രതി KJ മാക്സി ആയിരിക്കും. പിന്നെ രണ്ടാമത്തേതായിട്ട് വരുന്നത് എൻ്റെ സഹോദരൻ രാജൻ, തഹസിൽദാറായിട്ട് റിട്ടയർഡായി നിൽക്കുന്ന രാജൻ, പിന്നെ ആന്റണി, പിന്നെ എൻ്റെ മറ്റു സഹോദരന്മാരും അവരുടെ ഭാര്യമാരും, പിന്നെ അനൂഷിന്റെ ഭാര്യ, അനൂഷിന്റെ ബന്ധുക്കൾ, പിന്നെ ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള മോഹനൻ ചേട്ടൻ, അയാളുടെ ഇളയ മകൻ, അതിനുശേഷം റാഫിയുടെ ഭാര്യ, അപ്പുറത്ത് സെലിം പീറ്ററിന്റെ 2 ആൺമക്കള്, ഇപ്പുറത്ത് ചൗരപ്പൻ, കുഞ്ചുമോള്, ഇപ്പുറത്ത് ജയ. ഈ റോഡിലൊക്കെ ഞങ്ങൾക്ക് ഇതാണ്, ഞങ്ങൾക്ക് ഊരുവിലക്കാണ്. കണ്ണൂരിനേക്കാൾ ദുസ്സഹമായ ഊരുവിലക്കാണ്. ഞങ്ങൾക്കൊരു പച്ച മീൻ പോലും മേടിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഞങ്ങളെ ഊരുവിലക്കിയിട്ടൊക്കെയാണ്. പക്ഷെ ദൈവം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ ഷാജഹാൻ സാറൊക്കെ വന്ന് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം, ഇത് ഞങ്ങളുടെ ഈ വിഷമതകളും കഷ്ടപ്പാടുകളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം പോലും കിട്ടിയിരിക്കുന്നത്. കോടതിയിൽ ഞങ്ങൾക്ക് നീതി കിട്ടുന്നേ ഇല്ല. ഞങ്ങളുടെ നീതികളെല്ലാം ഈ KJ മാക്സി വില കൊടുത്ത് വാങ്ങി ഞങ്ങളുടെ അഭിഭാഷകരെ, കാശ് കൊടുത്ത് വെച്ച അഭിഭാഷകരെ വിലക്ക് വാങ്ങി ഞങ്ങളെ നിയമം തരാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇവിടുന്ന് ഓടിച്ച്
ഞങ്ങൾ തെരുവിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഈ KJ മാക്സി എന്ന ഈ MLA ഈ എന്നോട് സഹപാഠിയായ എന്നോട് അന്ധനായ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും മാക്സി ഇനി അങ്ങനെ ശ്രമിച്ചാൽ ഞാൻ മാക്സിയുടെ വീടിന്റെ അകത്ത് വന്ന് മരിക്കും. കാരണം അത് കേരളം, ഇന്ത്യ, ലോകം മുഴുവൻ അത് ഏറ്റുപിടിക്കും. കാരണം മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവരെ ഏറ്റുപിടിക്കും. കാരണം ഒരു അന്ധന ഇത്രയും ദ്രോഹിക്കാൻ ഒരു MLAക്ക് എങ്ങനെ പറ്റുന്നു? ആ MLA അത്ര നീചനായത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. അയാൾക്ക് എന്തോരം ബിനാമി പൈസകളുണ്ട്, അയാൾ എന്തോരം സ്ഥലങ്ങളുണ്ട് അയാൾക്ക്. അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അപ്പൻ ഈക്വലാക്കിയിട്ടില്ല. ഈ സ്ഥലം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ പേരിൽ എഴുതി തന്നതല്ലേ, തുല്യ അവകാശമുള്ളതല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് സഹോദരന് കിട്ടിയതും സഹോദരൻ അതിന് ആ കഥകളൊന്ന് പറയൂ. സഹോദരനാണ് ആ കഥ ഇങ്ങനെയാണ്. കാരണം എൻ്റെ ഒരു ചേട്ടൻ തഹസിൽദാറാണ്. അയാളാണ് ഈ മുഴുവൻ കൃത്രിമങ്ങളും ആധാരങ്ങളും കള്ള ആധാരങ്ങളും എഴുതി ഒപ്പിച്ചിട്ട് ഇവന് ജോലി കിട്ടാൻ വേണ്ടി ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു ചെറിയ വില അനുസരിച്ച് ഇത് 1 കോടി രൂപയുടെ അടുത്ത് വരും. ഒരു പിയൂൺ പണിക്ക് വേണ്ടി 1 കോടി രൂപ മാക്സിക്ക് കൊടുത്ത് അവൻ ജോലി എടുക്കണേണ്. ഇപ്പൊ പിയൂൺ പണി എടുക്കണേണ്. അതിന് എന്നെ ദ്രോഹിക്കണ എന്തിനാണ്? പാരിതോഷികമായിട്ടാണ് ഈ സ്ഥലം അനിയൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ. ഈ സ്ഥലം KJ മാക്സിക്ക് അനിയൻ കൊടുത്തത് പാരിതോഷികമായിട്ടാണ് ഈ 5 സെന്റ് സ്ഥലം. എന്റെ ഭർത്താവ് അറിയാതെയാണ് അനിയൻ ഈ ദ്രോഹം മുഴുവനും ചെയ്തിരിക്കുന്നത്. അനിയന് ഹെൽപ്പായിട്ട് തഹസിൽദാർ എന്ന് പറഞ്ഞ ചേട്ടന്റെ ഒരു സപ്പോർട്ട് കൂടിയാണ് ഇതെല്ലാം നടന്നേക്കണത്. ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്നു, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ലേ? ആരുമില്ല. എല്ലാവരും ആര് വന്നാലും അവരെ പേടിപ്പിക്കുകയോ പൈസ കൊടുക്കുകയോ ചെയ്തിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തണാണ്. ഞങ്ങൾക്ക് വക്കീലിന്റെ പോലും സഹായം കിട്ടുന്നു. ഒരു ചേട്ടന്റെ സഹപാഠിയായിരുന്നല്ലോ ഒരു വക്കീല് ആദ്യം നിങ്ങളോട് ഇതിനോട് സഹകരിച്ച് കൂടെ നിന്നിരുന്നല്ലേ? അവരല്ലേ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്? അത് ഞാൻ പറയാം. അത് എന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് ഇഞ്ചക്ഷൻ ഓർഡർ വന്ന് എന്റെ സഹോദരൻ എനിക്ക് ഇവിടുന്ന് ഞാൻ അവനെ ആക്രമിച്ച് തല്ലി ഇതൊക്കെ എന്നും പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ തന്നു. അപ്പൊ ഞാനാകെ പെട്ടെന്ന് നമുക്ക് നിയമത്തിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ആകെ പകച്ചു. അങ്ങനെ ഞാനൊരു വക്കീലിനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ തോപ്പുംപടിയിലുള്ള കോടതിയിൽ അവിടെ ചെല്ലുമ്പോ ഈ തോപ്പുംപടിയിലുള്ള കോടതി ചെല്ലുമ്പോ അവര് എന്നെ വന്നിട്ട് എന്താടാ നീ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ വാങ്ങുകയും അത് നോക്കി ഇത്ര ഉള്ള ഇത് ഞാൻ ഇതൊന്നും വലിയ കേസൊന്നും അല്ല, ഇതാ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അത്രയും വിശ്വസ്തയാണല്ലോ. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരി എന്നാ പോണെന്ന് പറഞ്ഞു. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ പേപ്പറൊക്കെ ഹാജരാക്കണം, ഒരു 25 രൂപ താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ ഒപ്പിച്ചു കൊടുത്തു. പക്ഷെ ഈ 2 ലക്ഷം രൂപ എന്റെ ഭാര്യയുടെ ഞാൻ കെട്ടിയ താലിമാല വരെയും വിറ്റിട്ടാണ് ഞാൻ അതൊന്ന് ചെയ്തത്. എന്നിട്ട് അവര് ഞങ്ങളെ ചതിച്ചു കളഞ്ഞു. അതോടുകൂടി ഞങ്ങളുടെ ഗതികേട് ആരംഭിക്കുകയാണ്. പിന്നീടാണ് ഞങ്ങൾക്ക് എല്ലാ ദുരിതങ്ങളും സംഭവിക്കുന്നത്. ഈ വക്കീലിലെ KJ മാക്സി സ്വാധീനിച്ചതാണല്ലേ? അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. കാരണം അത്രയും പഠിച്ചൊരു കൂടെ അത്രയും എടാപോടാന്ന് വിളിക്കുന്ന ആ ബന്ധമുള്ള ഒരാള് ഒരിക്കലും അങ്ങനെ പറ്റിക്കുവോ? ഒരാളെ പറ്റിക്കോ? അത്രയും വിശ്വസ്ത എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടതാണ്. ഇത് ഞാൻ നടത്തിക്കോളാം. എന്നെ കണ്ടപ്പ കെട്ടിപ്പിടിച്ചോണ്ട് എന്താടാ ഇത് നമുക്ക് ശരിയാക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പൊ അത്രയും വിശ്വാസമുള്ളപ്പോ നമ്മൾ അതുകൊണ്ടാണ് കൊടുത്തത് അവർക്ക്. അപ്പൊ അവര് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത്. ശരി, ഈ കോളനിയിൽ നിങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടല്ലേ ജീവിക്കുക? എങ്ങനെ ഇവിടുത്തെ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അപ്പോ ഞങ്ങളിപ്പോ ഈ ചെറിയ കച്ചവടം ചെയ്താണ് ജീവിക്കണത്. ഒരു ദിവസം 15-20 കിലോമീറ്റർ ഞങ്ങൾ നടന്നാണ് ഞങ്ങൾ പോകുന്നത്. കടകളിൽ കൊടുത്ത് ആ കടകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കഴിയുന്നത്. എനിക്ക് മരുന്നൊക്കെ മേടിക്കണം, പിന്നെ ഞങ്ങളുടെ നിത്യ ചെലവ്, കറണ്ട് കാശ്, വെള്ളത്തിന്റെ പൈസ ഒക്കെ അടക്കണം. അങ്ങനെ ഒരു ഗത്യന്തരമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ജീവിക്കണേ. അതിനിടക്കാണ് ഇവര് വന്നിട്ട് ഈ ഉപദ്രവം ഉണ്ടാകും. കഴിഞ്ഞ 14-ാം തീയതി ഞങ്ങളുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ചപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കണായിരുന്നു. അന്നേരം ഞാനും എൻ്റെ ഭാര്യയും കൂടി, കണ്ണു കാണാത്ത ഞങ്ങളാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ഞങ്ങളോട് തട്ടിക്കയറി. സമയത്ത് ബലാത്കാരം ചെയ്യാൻ ചെല്ലണം എന്നാ പറയണ എന്റെ ഭർത്താവ്. സംസാരിച്ച് ഞങ്ങളെ ബലാത്സംഗത്തിന്റെ അത് പോലീസിനോട് ഞങ്ങൾ അപ്പൊ തന്നെ ആ കാര്യം പെടുത്തിയിട്ട് ഞങ്ങളെ ഉപദ്രവിച്ച് ഞങ്ങളെ ഓടിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇവർ ചെയ്യണത്. പിന്നെ ഇവിടെ നിരന്തരം ഗുണ്ടകൾ വരും. ഈ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഭീഷണിയാണ്, ഒച്ചപ്പാടാണ്, ബഹളമാണ്. അപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഒരു അംഗപരിമിതൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നീതിയും കിട്ടുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ഈ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ, അന്നൊരു വനിതയായിരുന്നു പോലീസ് കമ്മീഷണർ, അവരെ കാണാൻ ചെന്ന് 10 മണിക്ക് ചെന്നിട്ട് ഞങ്ങളെ 3 മണി വരെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളെ കാണിച്ചില്ല. അവസാനം അവർ പറഞ്ഞ ആളെ ഇങ്ങോട്ട് വിട്ട്, ഈ തോമ്പടി പോലീസ് സ്റ്റേഷനിൽ വിട്ട്. ഇവിടെ 7 മണി വരെ ഞങ്ങൾ കുത്തിയിരിക്കേണ്ടി വന്നു. അന്നേരമാണ് അവിടുത്തെ ഈ സർക്കിൾ വന്നിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ട് ആ സർക്കിൾ ആദ്യമേ തന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? അയ്യോ ഇതെന്താണ്, ഈ കെട്ടിടം പൊളിക്കേണ്ടി വരുമല്ലോ, ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ അദ്ദേഹം
അധികം ദിവസം ഉണ്ടായില്ല, മാറ്റിച്ചളഞ്ഞു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കണ സാറുമാരൊക്കെ സ്ഥലം മാറി. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആൾക്കാർക്കും കളക്ടർ, തദ്ദേശ സ്വയംഭരണ മന്ത്രി പിണറായി വിജയൻ, അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ കൊച്ചിൻ കോർപ്പറേഷൻ ബിൽഡിംഗ് സെക്ഷൻ എല്ലാവർക്കും ഞങ്ങൾ ലെറ്ററും ഏറ്റവും KJ മാക്സിക്ക് വരെ ഞങ്ങൾ ലെറ്റർ അയച്ച് ഞങ്ങളുടെ MLA എന്ന രീതിയിൽ, പിന്നെ ഇവിടുത്തെ കൗൺസിലറിന് എല്ലാവർക്കും KJ മാക്സി ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾ ലെറ്റർ അയച്ച്. അങ്ങനെ ഈ KJ മാക്സിക്ക് ലെറ്റർ അയച്ചിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഇതുപോലും കിട്ടിയില്ല, അതുപോലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ അത് ഇതാക്കി കളഞ്ഞു. പിന്നെ മാത്രമല്ല ഞങ്ങളിപ്പോൾ വേറൊരു ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വരുന്ന ലെറ്ററുകൾ ഒക്കെ സെർച്ച് ചെയ്യപ്പെടുന്നു, ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല. ഞാനിപ്പോൾ തോപ്പുംപടി പോസ്റ്റ് ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർക്ക്. ഞങ്ങൾക്ക് കൃത്യമായ സമയത്ത് സാരുന്നില്ല, അതൊക്കെ സെർച്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ പോസ്റ്റൽ ഇത് അങ്ങനെ ചെയ്യാൻ പോകുന്നുള്ള മാത്രമല്ല, ഞാനൊരു അന്ധനാണ്. ആ അന്ധനോദന ഇങ്ങനെ ചെയ്യാവോ എന്നുള്ള ഒരു ഇത് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ഇപ്പോൾ ആരാണ് ഇവിടെ താമസിക്കുന്നത്? ഇവിടെ താമസിക്കുന്നത് അനൂഷും അയാളുടെ ഭാര്യയും കുട്ടികളുമാണ്. അപ്പൊ അവര് ഇതൊന്നും ചെയ്യാത്തവരാണ്. എന്തിനും ഞങ്ങളുടെ മതിൽ പൊളിക്കണം, എന്തിനും ഞങ്ങളുടെ കെട്ടിടം അടിച്ച് പൊളിക്കണം, ഞങ്ങളുടെ ഗേറ്റ് എന്തിനു പൊളിക്കണ്, എന്തിനും ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം. അവര് ഇതാണെങ്കിൽ അവർ നല്ല രീതിയിൽ വന്ന് താമസിച്ച് പൈസ കൊടുത്ത് വാങ്ങി താമസിക്കണവരാണെങ്കിൽ എന്തിനും ഞങ്ങളെ ദ്രോഹിക്കണ്, എന്തിനും ഒരയൽക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം കെട്ടിട നിയമപ്രകാരം ഇത്ര അടുത്ത് വീട് വെക്കരുതെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമാണ് കിട്ടാനുള്ളത്? ആ സ്ഥലം മുഴുവനായിട്ട് കിട്ടിയോ? ഇല്ല, അപ്പൻ 5 സെന്റ് സ്ഥലം നിർണയിച്ചിട്ടില്ല. 5 സെന്റ് സ്ഥലം 2 മക്കൾക്കും ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടി വേണം ഒത്തൊരുമയോടെ നിന്ന് ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ അമ്മയുടെ മരണശേഷം, അത് പ്രത്യേകം അപ്പൻ എഴുതിയിട്ടുണ്ട്, അമ്മയുടെ മരണശേഷം മാത്രം ഇത് വിക്രയം ചെയ്യാൻ പാടുള്ളൂ സ്വതന്ത്രമായിട്ട് ഇവർക്ക് 2 മക്കൾക്കും. പക്ഷെ അനിയൻ അമ്മ മരിക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം തകിടം മറിച്ച് എന്റെ ഭർത്താവിനെ പോലും അറിയിക്കാതെ എല്ലാം സ്വന്തം സഹോദരനെ ചതിച്ച് എല്ലാം പിന്നെ ഈ ചേട്ടൻ വഴി, തഹസിൽദാർ വഴിയും പിന്നെ സ്വാധീനമുള്ള ശക്തികൾ വഴിയും എന്തൊക്കെയാണ് നടക്കണേന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ വീട് വെച്ച് മതിലൊക്കെ പൊളിക്കുമ്പോഴാണ് അതിന്റെ ഭീകരമായ ഒരു അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അഡ്വക്കറ്റ് ആണ് കൂടുതലും ഗുരുതരാവസ്ഥയിലാക്കിയത്. മക്കളുടെ പേരിലൊക്കെ എഴുതേണ്ട ഒരു അവകാശമില്ല. മക്കളുടെ പേരിലാക്കി. നിങ്ങൾക്ക് എത്ര മക്കളാണ്? 2 കുട്ടികൾ. അവരെന്ത് ചെയ്യുന്നു? മോൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കണം, മോള് ഫിസിയോതെറാപ്പി പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്നെ 2002 മുതൽ വണ്ടി ഇടിപ്പിക്കാൻ നോക്കി. ഇതിന്റെ അവകാശികൾ എങ്ങനെയാണ്? ഞാനും എൻ്റെ സഹോദരനും അമ്മയ്ക്കുമാണ്. അമ്മയുടെ മരണശേഷം മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഈ പോയിന്റ് ഇടയ്ക്കൽ 2012 അമ്മനെ ബൈക്ക് ഇടിച്ച് അമ്മ മരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ദുരൂഹമാണ് അതെല്ലാം, ആ മരണമൊക്കെ. അതായത് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് 8 കുപ്പി ബ്ലഡ് വേണമായിരുന്നു, എന്നെ അറിയിച്ചില്ല. എന്നിട്ട് 8 കുപ്പി ബ്ലഡ് കൊടുക്കാതെ ഡോക്ടർ പ്രശ്നം ഉണ്ടാക്കി അവിടെ. അപ്പൊ അതിനുശേഷമാണ് എന്നെ അറിയിക്കണത്. അങ്ങനെ ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് 8ഓളം പേരുമായിട്ട് അന്ന് ബ്ലഡ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അമ്മക്ക് അന്ന് ഓപ്പറേഷൻ നടത്തിയത്. പിന്നെ അമ്മ മരിച്ച്, അമ്മ മരിച്ചിട്ട് ആ മരണവിവരം എന്നോട് പറയുന്ന അയൽക്കാരനാണ്. ഈ എൻ്റെ ആരും എന്നോട് പറയുന്നില്ല മരിച്ച വിവരം പോലും. രാത്രി 7:30 മണിക്ക് മരിച്ച് രാവിലെ 9 മണിക്ക് ഇതെടുത്ത്. അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ഇന്നും ആലോചിച്ചിട്ട്, അതായത് അമ്മ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, അതായിരിക്കും അതെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പീറ്റർ ചേട്ടന്റെയും കുടുംബത്തിന്റെയും കഷ്ടപ്പാടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ശക്തമായ നിയമലംഘനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇവർക്ക് നീതി കിട്ടുമെന്നും ആ നീതി ഉറപ്പാക്കുക തന്നെ വേണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സേവ് ദ ഫോറവും കൂട്ടാളികളും. ഇവർക്ക് നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.